ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി തോരനാണ്. നമ്മുടെ ചൊറിയണമില്ലേ, നമ്മുടെ ആനത്തൂവ, കൊടുത്തുവ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ നാട്ടിലെ ഓരോ പേരുകളായിരിക്കും അതിന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ അതിന് ചെറുതണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുതണം വെച്ചിട്ട് തോരൻ വെച്ചാൽ, അപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പോൾ 10 ഇലയൊക്കെ വെച്ച് കൂട്ടാൻ പറ്റിയല്ലാത്തവർക്ക് ഒരയിലെങ്കിലും നമുക്കൊന്ന് വെച്ച് കൂട്ടിയാലോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, ചെറുതണം തോരൻ വെക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്ന കർക്കിടക മാസമൊക്കെ അല്ലേ, നമ്മുടെ ചൊറിയണമാണ് തോരൻ വെക്കുന്നത്. ഇത് കണ്ട്, ഇതിന് ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ഇവിടെ ഇതിന് ചൊറിയണമെന്ന് പറയും. പിന്നെന്താ കൊടുത്തൂവേന്നോ ആനത്തൂവേന്നോ അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ പറയും. അപ്പം ഇന്ന് നമ്മൾ തോരൻ വെക്കാൻ പോകുന്ന ഈ സംഭവം കേട്ടോ. ഇത് കണ്ടോ, ഇത് പറിച്ചിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ഒലച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് ചൊറിയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ചൊറിഞ്ഞ ഈ പ്രദേശത്ത് എങ്ങും നിൽക്കത്തില്ല. അപ്പോൾ ഞാനിതൊന്ന് വെട്ടിയെടുത്ത് നല്ലപോലെ ഒന്ന് ഒലച്ച് കഴുകിയെടുത്തുകൊണ്ടിരാം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, ചൊറിയണം എല്ലാം കഴുകി നന്നായിട്ട് ഞാൻ ഒന്ന് നല്ലപോലെ ഒലച്ച് കഴുകി പിന്നെ ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ ഓരോ ഇലകൾ എടുത്ത് നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ. ഇപ്പോൾ ചൊറിയുന്നൊന്നുമില്ല കേട്ടോ, എല്ലാവരും ചൊറിയുമെന്ന് ഓർത്താരും പേടിക്കുമൊന്നും വേണ്ട. ഞാനെല്ലാം എടുത്തൊന്ന് അരിഞ്ഞ് കാണിക്കും. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ അങ്ങനെ ആയാലേ എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ എടുത്തു. ഇങ്ങനെ ചീര നമ്മൾ എടുക്കുകയല്ലേ, നമ്മൾ മത്തയിലേക്ക് അരിയാനായിട്ട് എടുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊത്തിയേച്ച് നമുക്കിങ്ങനെ ഒന്ന് നമ്മൾ സാധാരണ ഇതുണ്ട് നമ്മൾ നമ്മുടെ മത്തയിലയും ചീരയൊക്കെ അരിയല് എന്ന് പറഞ്ഞാൽ അരിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് വാരി വേണമെങ്കിൽ അരിഞ്ഞാൽ മതിയേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് ഇങ്ങനെ അരിയാനൊക്കെ. ഇതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇത് മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തു. വേറെ പ്രത്യേകിച്ച് ഇഴുക്കലോ വഴുക്കലോ വേറെ ഒന്നുമില്ല കേട്ടോ, ചൊറിച്ചിലൊന്നുമില്ല. ഞാൻ ഇതുണ്ട്, കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് ഞാനിത് എടുത്തതും പെറുക്കിയതും ഒക്കെ. പറിച്ചപ്പോൾ ഒരു ശകലം ചൊറിഞ്ഞു, പക്ഷെ നമ്മൾ നന്നായിട്ട് ഉപ്പുവെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് ഉപ്പുവെള്ളത്തിനകത്തിട്ടു. പിന്നെ നല്ലപോലെ ഞാനങ്ങ് ഒലച്ച് കഴുകി. ഇപ്പോൾ ഒരു ചൊറിച്ചിലും ഇല്ല. ഇതുണ്ട്, ഞാനിപ്പോൾ ഒന്നുമില്ലല്ലോ കയ്യിൽ. ഇതുണ്ടോ. അപ്പോൾ ബാക്കിയാണ് ഞാനിത് മൊത്തം ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ടിരാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ചൊറിയണത്തിൻ്റെ ഇല നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ 10 ഇല കറി വെച്ചിട്ടില്ല, എങ്കിൽ ഒരിലയിൽ നമ്മൾ വെക്കണ്ടേ. അപ്പോൾ ഇത് അരിഞ്ഞ് നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ അരയ്ക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, ഞാൻ ഇത്രയും കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത്രയും തേങ്ങ എടുത്ത് നമ്മൾ സാധാ ചീരയ്ക്കൊക്കെ എന്താ പറയുന്നത്, നമ്മൾ തോരൻ വെക്കുന്ന ഒതുക്കിയെടുക്കുന്ന തോരൻ ഒതുക്കിയെടുക്കുന്ന ആ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിനും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ അരപ്പ് ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ശകലവേ. ഇനി നമുക്ക് നമ്മുടെ ചൊറിയണം തോരൻ വെക്കാം. അപ്പോൾ നമുക്ക് തോരൻ വെക്കാനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി, നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തു. നമ്മുടെ കടുക് ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് അങ്ങനെ പൊട്ടിയപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചൊറിയണത്തിൻ്റെ ഇല ഇതിനകത്തേക്ക് ആ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ അരപ്പല്ല ആദ്യമായിട്ട് നമ്മൾ ആ ചൊറിയണത്തിൻ്റെ ഇല അങ്ങോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആ എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിനകത്തേക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട്, ഉപ്പൊത്തിരി ഇടണ്ട, നമുക്ക് ഇച്ചിരി ഇലയിലേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് ഇതുണ്ടോ നല്ലപോലെ ഈ എണ്ണയ്ക്കകത്ത് ഈ ഇലയൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്നപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരിയേ ഉള്ളൂ, ഒത്തിരി ഇല്ല. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമുക്കിതുണ്ട്, നമ്മൾ തേങ്ങായും മുളകും ഉള്ളി എല്ലാം കൂടെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നിസ്സാര സംഭവമുള്ളതെന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നമുക്കിനി ഇപ്പോൾ ഉപ്പൊന്ന് നോക്കണം. നമ്മൾ ഈ ഇലയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല എരിവുണ്ട്. നമ്മുടെ കാന്താരിയുടെ നല്ല എരിവുണ്ട്. കാന്താരി നമ്മൾ ഇച്ചിരി കൂടുതൽ അരച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല എരിവൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളമോ പാത്രം പോലും കഴിയ വെള്ളം നമ്മൾ ഒഴിക്കേണ്ട. നമുക്ക് അരപ്പും നമ്മുടെ ഇലയുടെ വെള്ളവും എല്ലാം ഇതുണ്ടോ, ആ ഇലയുടെ വെള്ളവും ഒക്കെ ഉണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ തോരന്, അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ച് ഏറ്റവും സിമ്മേലൊരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ചൊറിയണത്തിൻ്റെ ഇല തോരൻ വെച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ചൊറിയണം തോരൻ ഇതേ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതുണ്ടോ, ഒരിടത്തും വടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല
നമ്മുടെ ചീരത്തോരനും മുരിങ്ങത്തോരനും ഒക്കെ പോലെ ആയിട്ടുണ്ട്. ഇച്ചിരി നമുക്കിങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് തോർത്തി വേണമെങ്കിൽ ഒന്ന് തോർത്തിയെടുക്കാം. ഇനിയിപ്പം ഒരു ശകലം ഒന്ന് വെള്ളത്തിൻ്റെ ഇത് അംശം പോലെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ചൊറിയണം തോരൻ റെഡിയായി കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് വെക്കുവാണ്. പക്ഷേ വേറൊരു രുചിയോ അല്ലെങ്കിൽ ഒരു ചൊവയോ ചൊറിച്ചിലോ ഒന്നുമില്ല. നല്ല അടിപൊളിയാണ് സംഭവം. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നമ്മുടെ സാധാ വേൽച്ചീരയൊക്കെ തോരൻ വെക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ അത്ര ആ ഒരു രുചിയല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ ഈ മത്തയിലയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു ടേസ്റ്റാണ്. അല്ലാതെ വേറെ ഒരു ചൊവ്വ വ്യത്യാസം ഒന്നുമില്ല. നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പറാട്ടോ. ഇതിന് ഇത്രയും രുചിയാണെന്ന് പറഞ്ഞാൽ നേരത്തെ ഈ മുറ്റത്തൊന്നും കാണുമ്പോൾ ഇത് പറിച്ച് കളയലായിരുന്നു. നമ്മൾ ചുമ്മാ ഇത് വേശി പറിച്ച് കളയില്ല. നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മളിത് വീശി കളയല്ലേ. പട്ടിപൊളിയാട്ടോ. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് നല്ല സൂപ്പർ തോരനാട്ടോ. ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഇതാരും പറയല്ല, ആരോടും പറയണ്ട ഇത് ചൊറിയണം തോരനാണ്. ഇത് തോരൻ ചീരയാണെന്ന് കൊടുത്താൽ എല്ലാവരും അടിപൊളിയായിട്ട് കൂട്ടിക്കോളും. അപ്പോൾ 2 മിനിറ്റ് കൂടെ നമുക്കിങ്ങനെ ഈ തീയലൊന്ന് വെച്ച് ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് വെള്ളം വലിഞ്ഞു എന്നാലും നമുക്ക് ഇച്ചിരി ഒന്ന് ഡ്രൈ ആക്കിയിടും. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ ചൊറിയണം തോരൻ റെഡിയായി. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വാങ്ങിയെടുത്ത് വെക്കാവേ. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊന്ന് വിളമ്പി ഒരു പാത്രത്തിലേക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി എന്തുവാ പറയുക, നമ്മുടെ ചൊറിയണം തോരൻ, കൊടിത്തൂവ, ആനത്തൂവ എന്നൊക്കെ പറയുന്ന സംഭവം തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അപ്പം ഞാനതൊരു ആദ്യമായിട്ടാണ് പരീക്ഷിച്ചത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ലതാണ്. വേറെ അരുചികളൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ചീരത്തോരനോ മുരിങ്ങത്തോരനോ ഒക്കെ കൂട്ടുന്ന പോലെ തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല രുചിയുണ്ട്. നല്ലൊരു ചെറിയൊരു നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇനി പത്തല വെക്കാൻ കിട്ടിയില്ലെങ്കിലും ഒരേലെങ്കിലും വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, താങ്ക് യു.